ഈ ചികിത്സയിലെ പിഴവ്, ആശുപത്രികളിലെ വീഴ്ച ഇത് നിരന്തരം ഇങ്ങനെ കേൾക്കുന്ന ഒരു ഒറ്റപ്പെട്ട വാർത്തയായി മാറുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ 48-കാരൻ മരിച്ചതായി പരാതി. കൊല്ലം പന്മന സ്വദേശിയായ വേണുവാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ 5 ദിവസം കിടന്നിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്നുള്ള വേണുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. എന്റെ ഈ ജീവൻ വെച്ച് നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. നിസ്സഹായനായ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടമാകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിൽ ഉണ്ടായ അനാസ്ഥയെക്കുറിച്ച്, അവിടുത്തെ ജീവനക്കാർ നടത്തിയ അനാസ്ഥയെക്കുറിച്ചുള്ളതാണ് സന്ദേശം. കൊല്ലം പന്മന സ്വദേശിയായിട്ടുള്ള വേണു, അദ്ദേഹത്തിന് ഹൃദ്രോഗം ഉണ്ടായിരുന്നു, ഹൃദയ സംബന്ധമായ വിഷയങ്ങളുണ്ടായിരുന്നു. ഗുരുതരാവസ്ഥയിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി അദ്ദേഹത്തെ കൊണ്ടുപോയതാണ്. അതിനുശേഷം ഒരു തരത്തിലുള്ള ചികിത്സയും അദ്ദേഹത്തിന് നൽകിയില്ല. അതിന് അടിസ്ഥാനത്തിൽ ബുധനാഴ്ച ഉച്ചയോടുകൂടി സുഹൃത്തിന് അയച്ച ഓഡിയോ സന്ദേശമാണ് നമ്മൾ കേട്ടത്. വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ടുപോയ എമർജൻസി പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് ചെന്നതാണ്. അവർ ഇതുവരെ 5 ദിവസം വരെ അവിടെ ഇട്ടിരുന്നിട്ട് നോക്കാത്തത് കൊണ്ടാണ് അയാൾ ഇത്രയും വോയിസ് മെസ്സേജ് ഇടേണ്ട കാര്യം വന്നത്. ബുധനാഴ്ച വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായ വേണു സമീപത്തൂടി എത്തിയ ഡ്യൂട്ടി ഡോക്ടറോട് തന്നെ ചികിത്സിക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ രോഗിയല്ലാത്തതിനാൽ ചികിത്സ നൽകാൻ സാധിക്കില്ല എന്നുള്ള മറുപടിയാണ് ആ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. വെന്റിലേറ്ററിൽ കയറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കാണിക്കും, ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് വിളിച്ച നേരിയ ഒരു ജീവനുണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ ഉണരും എന്ന് പറഞ്ഞിട്ട് ആരും എന്നെ അതിനകത്ത് കയറ്റിയില്ല. പിന്നീട് ആശുപത്രി അധികൃതർ പറഞ്ഞ അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്ന് മരിച്ചു എന്നുള്ള കാര്യമാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ആശുപത്രിയിലെ അനാസ്ഥയെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ചൊക്കെ തന്നെയുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതുകൊണ്ട് തന്നെ ഇതൊരു മരണമൊഴിയായി കണക്കാക്കി അന്നത്തെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ നഴ്സുമാർക്കുമെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രി അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് കുടുംബം പരാതി നൽകി കഴിഞ്ഞു. തിരുവനന്തപുരം DMOയെ ഫോണിൽ ബന്ധപ്പെട്ട് ഇതിന്റെ നിശ്ചിത അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും കാലങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതിന് തീർച്ചയാണ്. പക്ഷേ ഒറ്റപ്പെട്ട സംഭവമായി, ആരോഗ്യമേഖലയിലുണ്ടായ ഒറ്റപ്പെട്ട സംഭവമായി ഇത് തള്ളിക്കളയരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് പ്രദേശവാസികൾക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും ഉള്ളത്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.